ഒരു പാക് പട്ടാളക്കാരൻ, ഒരു പാക് പൈലറ്റ് ജീവനോടുകൂടി തന്നെ ഇന്ത്യൻ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിർത്തി കടന്നു വരാതെ, എങ്ങനെയാണ് അതിർത്തി കടന്ന് ആക്രമണം നടത്താതെ എങ്ങനെയാണ് ഒരു പാക് പൈലറ്റ് ഇന്ത്യൻ പിടിയിലാവുക? അത്തരം കള്ളങ്ങൾ നാളെ നേരം വെളുക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ പൊളിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയുന്ന, ജനങ്ങളെ അറിയിക്കാൻ കഴിയുന്ന വിവരം പാകിസ്ഥാൻ്റെ ആകാശത്ത് വലിയ യുദ്ധം നടക്കുന്നു എന്നുള്ളതാണ്. അതും ഇസ്ലാമാബാദിൻ്റെ, പാക് തലസ്ഥാനത്തിൻ്റെ ആകാശത്ത് വലിയ യുദ്ധം നടക്കുന്നു. ഇന്ത്യൻ ഡ്രോണുകൾ തലങ്ങും വിലങ്ങും പായുന്നു. അതിനൊപ്പം തന്നെ ഇസ്ലാമാബാദിലേക്ക് മിസൈൽ ആക്രമണം ഇന്ത്യ നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. കറാച്ചിയിലും ആക്രമണത്തിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. ലാഹോറിലും ഇന്ത്യൻ ഡ്രോണുകൾ എത്തി അവിടെ ആക്രമണം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ ആകെ ഇരുട്ടിലായി എന്നുള്ള വിവരവും കൂടി വരുന്നുണ്ട്. കാരണം എല്ലായിടവും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചോദിച്ചു വാങ്ങിയതാണ് ഈ രാത്രിയിൽ, കടന്നു വന്നതാണ് ഈ രാത്രിയിൽ. നമ്മളുടെ മണ്ണിൽ നമ്മളുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ മിലിറ്ററിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം നേരത്തെ വന്നതാണ്. ഏതാണ്ട് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളുമായി വലിയ ആക്രമണം നടത്താൻ, നമ്മളുടെ ജമ്മു മുതൽ ഗുജറാത്ത് വരെയുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഒരുമ്പെട്ടി രാത്രിയിൽ വന്നതാണ് എന്ന്. പക്ഷേ ഒന്നിനെ പോലും നിലത്തിറങ്ങാൻ അനുവദിച്ചില്ല. ഒരു സ്ഫോടക വസ്തു പോലും ഇന്ത്യൻ മണ്ണിൽ വീഴാൻ നമ്മളുടെ S-400 പ്രതിരോധ സംവിധാനം അനുവദിച്ചില്ല. അതിനൊപ്പം തന്നെ അതേ നാണയത്തിൽ തിരിച്ചടിയും ഇന്ത്യ ആരംഭിച്ചു. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പഹൽഗാമിൽ ഭീരുക്കളെ കുറച്ച് തോക്കും കൊടുത്ത് കടത്തിവിട്ടതാണ്. നമ്മളുടെ നിരായുധരായ സാധാരണ ജനങ്ങളെയാണ് അവർ ആക്രമിച്ചത്. അതിന് തിരിച്ചടി തന്നത് വിഷപ്പാമ്പുകൾ ഉറങ്ങുന്ന മാളത്തിലാണ്. ഭീകരരെയാണ് ഇന്ത്യ ആക്രമിച്ചത്. പക്ഷേ തിരിച്ചടിച്ചതോ ഉറിയിലുമൊക്കെ നമ്മളുടെ സാധാരണ ജനങ്ങളെ, കർഷകരെ, അവരുടെ വീടുകളെ, 15-16 ജീവനുകളാണ് സാധാരണക്കാരുടെ. അതിന് മറുപടി എന്ന പേരിൽ നിങ്ങൾ എടുത്തത്. അതിനു മറുപടിയാണ് ഇന്ന് ലാഹോറിലും കറാച്ചിയിലുമൊക്കെ ഇന്ത്യൻ ഡ്രോണുകൾ എത്തിയത് പട്ടാപ്പകൽ. പക്ഷേ രാത്രിയിൽ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. അതുകൊണ്ടും പാഠം പഠിക്കാതെ പാകിസ്ഥാൻ ഇരുട്ടിൻ്റെ മറവിൽ 20 മിസൈലുകളാണ് ജയ്സാൽമീറിൽ മാത്രം ഇന്ത്യ തകർത്തിട്ടത്. പാക് മിസൈലുകൾ 3 വിമാനങ്ങളാണ്, 3 യുദ്ധവിമാനങ്ങൾ, ഒരു സർവേലൻസ് വിമാനം, അങ്ങനെ 4 വിമാനങ്ങളാണ് ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീണിരിക്കുന്നത്. ഇതല്ലേ തെളിവ് അതിർത്തി കടന്ന് ആക്രമിച്ചതിന്? അതിന് മറുപടി വേണ്ടേ? അമേരിക്ക വിളിച്ചിരിക്കുന്നു ഇന്ത്യയെ യുദ്ധം നിർത്താൻ. മറുപടി കൊടുത്തു ജയശങ്കർ. യുദ്ധം നിർത്താനല്ല, അടിച്ചാൽ തിരിച്ചടിക്കും, അത് കഴിഞ്ഞിട്ട് നിർത്തുന്ന കാര്യം എന്നുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യ. ഈ ശല്യം ഇനി തുടരാൻ അനുവദിക്കില്ല. അടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും, അത് വലിയ തിരിച്ചടിയാകും. ആദ്യം ഡ്രോണുകൾ കൊണ്ട് മറുപടി തന്നു. ഇതാ ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിങ്ങളുടെ തലസ്ഥാനത്ത് ഇന്ത്യയുടെ മിസൈലുകൾ വന്നിരിക്കുന്നു. ഇതുവരെ ഒരു സാധാരണക്കാരനെ പോലും തൊട്ടിട്ടില്ല, ഒരു സാധാരണക്കാരൻ്റെ ചോര പോലും പൊടിഞ്ഞിട്ടില്ല. അത്ര മാന്യമായിട്ടാണ് ഇന്ത്യ മറുപടി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ നമ്മളുടെ സാധാരണക്കാരെ, നമ്മളുടെ നഗരങ്ങളെ ആക്രമിക്കാൻ പാകിസ്ഥാന്റെ വിമാനങ്ങൾ വന്നു. അതിനെ അടിച്ചിട്ടു. തിരിച്ചു മറുപടിയുമായി ഇന്ത്യ പോയിട്ടുണ്ട്. അത് മിലിറ്ററി ഏരിയ, പാക് മിലിറ്ററി കേന്ദ്രങ്ങൾ അത് ലക്ഷ്യമിട്ടായിരിക്കണം. ഒരു സാധാരണക്കാരനെ പോലും ഇന്ത്യയുടെ നയമനുസരിച്ച് ഈ യുദ്ധത്തിൽ പരിക്കേൽപ്പിക്കുക പോലുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പാകിസ്ഥാൻ നിർത്തുന്നില്ല, തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ജമ്മു മുതൽ ഗുജറാത്ത് വരെ നമ്മളുടെ അതിർത്തികൾ ഭേദിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. അതേ വന്ന വിമാനങ്ങളും ഡ്രോണുകളുമെല്ലാം തകർത്തു. 4 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീണത്. അതിനിടയിൽ നമുക്ക് IPL മത്സരങ്ങൾ നിർത്തേണ്ടി വന്നു. ധർമ്മശാലയിൽ IPL മത്സരം നിർത്തി. അവിടുത്തെ